ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്നഗിൾ പെൽ. ഇന്ന് നമ്മൾ വീണ്ടും പുതിയൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോയിൽ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കൂടുതൽ പറഞ്ഞ് പോരാടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് പരിപാടി നമ്മുടെ മണ്ണ് എടുക്കലാണ്. മണ്ണ് ഇതേപോലെ നന്നായി കളച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുവിധം എല്ലാ മണ്ണും ഉപയോഗിച്ചിട്ട് നമുക്ക് സോയിൽ ക്ലേ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഉള്ള മണൽ ഉപയോഗിച്ചിട്ട് സോയിൽ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. സോയിൽ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ഏത് മണ്ണാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള റെഡ് സോയിൽ തന്നെയാണ്. ഞാനും ഇവിടെ റെഡ് സോയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മണ്ണിലോട്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലുള്ള കല്ലും കുറച്ചൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെ ഇതേപോലെ കോരിക്കളഞ്ഞു. എന്നിട്ട് ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ക്ലേ മേക്കിംഗ് പ്രോസസ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഞാൻ ഇതേപോലെ തോർത്ത് വെച്ചിട്ട് അത് ഇതേപോലെ ഒരു നീളമുള്ള തുണി വെച്ചൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് വേറെ ഒന്നിനുമല്ല, അരിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു തോർത്ത് നമ്മുടെ വെള്ളത്തിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഏകദേശം 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്രത്തോളം അരിക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ക്ലേ കിട്ടുക. നമ്മൾ ഒരൊറ്റ പ്രാവശ്യം മാത്രം അരിച്ചെടുത്ത ക്ലേ ഒക്കെ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു സാധനം ക്രാക്ക് വീഴാനും അതേപോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തരിതരി പോലെ ഇങ്ങനെ മണ്ണിൻ്റെ പൊടികൾ കാണാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അരിച്ചെടുക്കണം പറയുന്നത്. കുറേ അരിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ ബക്കറ്റിലുള്ള വെള്ളം കഴിഞ്ഞു. പിന്നെ ഇതേപോലെ മണ്ണുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലോട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് വീണ്ടും അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു സോയിൽ ക്ലേ ഉണ്ടാക്കുന്ന പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാക്കും. എന്നാലും ഞാനായിട്ട് ഇനി വീഡിയോ ഇടാതിരിക്കേണ്ടെന്ന് കരുതിയിട്ട് ഇട്ടതാണ്. എന്തായാലും ഫസ്റ്റ് അരിക്കലിന് ശേഷം ഞാൻ ആ ഒരു തോർത്ത് കഴുകിയിട്ട് രണ്ടാമത് വീണ്ടും അരിച്ചു കൊടുക്കുകയാണ്. ഞാൻ രണ്ടാമതും അരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തോർത്ത് തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചത്. നിങ്ങൾ വല്ല തോർത്തോ അല്ലെങ്കിൽ ഇതുപോലെ ഹോൾസ് കുറവുള്ള വല്ല തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. അങ്ങനെ രണ്ടാമത് അരിച്ചെടുത്തപ്പോഴേക്കും കുറേ അധികം തന്നെ പൊടികളും മണ്ണും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ക്ലേയിൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലേ നാശമായി പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും, ഇത്രയും അധികം പൊടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമത് അരിച്ചെടുത്തു. അപ്പോഴും നമുക്ക് കുറേ പൊടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു അരിച്ചെടുത്ത വെള്ളം ഞാൻ ഇതേപോലെ ഒരു തുണി വെച്ച് മൂടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തുണി ഞാൻ എടുത്ത് മാറ്റി കൊടുത്തു. ഇപ്പം നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാകും എന്തുകൊണ്ട് ഈ വെള്ളം തെളിയാത്തത് എന്നുള്ളത്. അത് ഞാനെടുത്ത മണ്ണിൻ്റെ പ്രശ്നമാണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന മണ്ണിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ചെളിയുടെ ക്വാണ്ടിറ്റി ഉണ്ടാവുക. കൂടുതൽ ഇങ്ങനെ മണ്ണിൻ്റെ ഒരു പൊടി കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ ചെളി കിട്ടും. ഞാനെടുത്ത മണ്ണിൽ കല്ലുകളായിരുന്നേ കൂടുതൽ, അതുകൊണ്ടാണ് കിട്ടിയ ചെളിയുടെ ക്വാണ്ടിറ്റിയും കുറഞ്ഞത്. ഇനി ഇതേപോലെ ഒരു ചെറിയ ബക്കറ്റിൽ ഇതേപോലെ ഒരു തോർത്ത് വെച്ചിട്ട് ആ ഒരു തുണി കഷ്ണം ഇതേപോലെ കെട്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഒഴിക്കുന്ന ഈ ഒരു ക്ലേക്ക് വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു തോർത്ത് മറിഞ്ഞ് വീഴാനായിട്ട് സാധ്യത ഉണ്ട്. എന്തായാലും ഇത്രയും ക്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇതിന് വെയിലത്ത് വെച്ച് ഉണക്കാന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ വെയിൽ കുറവായതുകൊണ്ട് തന്നെ അത് പോസിബിൾ അല്ലാന്ന് തോന്നി. അപ്പോൾ പിന്നെ നമ്മുടെ പഴയ മെത്തേഡിലോട്ട് കടന്നു, നമ്മുടെ കിഴി കെട്ടൽ മെത്തേഡ്. വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ക്ലേ സെറ്റാക്കി എടുക്കാം. കിഴി കെട്ടുമ്പോൾ ഒരു ദിവസം കൂടി വെക്കേണ്ടി വരും. ഞാൻ ഏകദേശം 24 മണിക്കൂർ ഈ ഒരു കിഴി കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 24 മണിക്കൂർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 12 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഞാൻ പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 24 മണിക്കൂറൊക്കെ വെക്കേണ്ടി വന്നത്. എന്നിട്ട് ഇതേപോലെ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ക്ലേത്തെ വെള്ളമൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ച് വെള്ളം പോവാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലേ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി വെക്കണം. നല്ല നൈസായിട്ട് തന്നെ പരത്തി വെക്കണേ. ഞാൻ ഇതേപോലെ ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ ആ ഒരു തോർത്ത് വെച്ച് അതിൻ്റെ മുകളിലായിരുന്നു ഈ ക്ലേ നന്നായി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പരത്തിയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ക്ലേയിലുള്ള ബാക്കി വെള്ളം കൂടി പോയി കിട്ടും. നല്ല തിൻ ലെയറായിട്ട് തന്നെ പരത്തി വെക്കണം. എന്നാലാണ് പെട്ടെന്ന് നല്ല കറക്റ്റായിട്ട് ഡ്രൈ ആയി കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ വെച്ച് ഒരു രാത്രിയായിട്ട് പോയി നോക്കിയപ്പോഴേക്കും സംഭവം നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വൈകുന്നേരമായിരുന്നേ വെച്ചിട്ടുണ്ടായിരുന്നത്, ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും. എന്നിട്ട് ഞാനൊരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും പോയി നോക്കിയപ്പോഴേക്കും സംഭവം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ എല്ലാതും പറിച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ക്ലേ അരിച്ചെടുക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നതും. പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് ക്ലേക്ക് ബാഡ് സ്മെല്ല് വരുന്നു എന്നുള്ളത്. അത് നമ്മൾ എടുക്കുന്ന മണ്ണിനനുസരിച്ചിരിക്കും. ഇനി അഥവാ ക്ലേക്ക് ബാഡ് സ്മെല്ല് വന്നു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് പോകുന്നതാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ വീഡിയോക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ക്ലേനെ കവറിൽ കെട്ടി വെച്ചു. എന്നിട്ട് രാവിലെ വന്നിട്ട് വീണ്ടും അതിനെ നന്നായിട്ട് തന്നെ ഒന്ന് എടുത്ത് കുഴച്ചെടുത്തു. എൻ്റെ ക്ലേ ഇത്തിരി ഓവറായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നേ. കാരണം കുഴക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ ക്രാക്ക് പോലെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നമില്ല, കാരണം ഞാനിത് വെച്ച് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കി. അപ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. ഞാനെടുത്ത മണ്ണിൻ്റെ പ്രശ്നം കാരണം എനിക്ക് കുറച്ച് ക്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രശ്നം
പ്രശ്നമില്ല, ഇനി മണ്ണെടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് ആ ക്ലേനെ ഞാൻ ഈ ഒരു ഷേപ്പിലോട്ടൊക്കെ ആക്കി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലേ മേക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇതിനൊന്ന് സ്റ്റോർ ചെയ്തെടുത്ത് വെക്കണം. സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു സിബ്ബർ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ സിബ്ബർ ബാഗിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാരണ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ചാൽ മതി. ഞാൻ പിന്നെ എടുക്കാനൊക്കെ ഒന്നും കൂടി ഒന്ന് സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ സിബ്ബർ ബാഗിലാക്കി വെച്ചത്. ഞാൻ 2 എണ്ണത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു ക്ലേയിൽ എയർ കടക്കാണ്ട് നല്ലവണ്ണം തന്നെ ഇങ്ങനെ ഡ്രൈ ആവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എൻ്റെ ടൂൾസും ഈ ഒരു ക്ലേ ഒക്കെ ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിനടുത്ത് ഇതേപോലെ ഒരു പാത്രത്തിൽ വെച്ചു. പിന്നെ നമ്മുടെ ക്ലേ ടൂൾസും കൂടി വെച്ച് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ ഒരു 2 പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ചാൽ മതി, അല്ലെങ്കിൽ വല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലും ഇട്ട് വെച്ചാൽ മതി. സത്യത്തിൽ ഈ ഒരു ക്ലേ ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഏകദേശം 1-2 ആഴ്ച മുന്നേ ആയിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മടിക്ക് അങ്ങനെ നീണ്ടുപോയതാ. നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലേ ഉണ്ടാക്കാമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എല്ലാ കമൻറ്റ്സിനും റിപ്ലൈ തരുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരേക്കും ബായ്.